നമ്മുടെ മിടുക്കന്മാരും മിടുക്കികളുമെല്ലാം എവിടെ പോയി? അപ്രത്യക്ഷരാകും. കാണാനില്ല മിടുക്കന്മാരെയും മിടുക്കികളെ. 12ാം ക്ലാസ് വരെയൊക്കെ മിടുക്കിയായിരുന്നു. പക്ഷെ 12ാം ക്ലാസ് കഴിഞ്ഞ് എവിടെയാണെന്ന് ഒരു പിടിയില്ല. നാട്ടിൽ ചെന്ന് അന്വേഷിച്ചാൽ പോലും കാണാനില്ല. നമ്മുടെ സമുദായത്തിൻ്റെ ഒരു വലിയ കുറവ് ഇന്ന് ഒരു ബ്രെയിൻ ഡ്രെയിനാണ്. നല്ല മിടുക്കരായ കുട്ടികൾ എവിടെയോ പോയി അപ്രത്യക്ഷരാകും. നമ്മുടെ നാട്ടിൽ അവരെയൊന്നും കാണാനില്ല. നമ്മുടെ നാട്ടിലെ നല്ല രാഷ്ട്രീയക്കാരുടെ ഇടയിൽ കത്തോലിക്കരെ കാണാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. ഉണ്ട്, കുറച്ചേ ഉള്ളൂ. നമ്മൾ രാഷ്ട്രീയം ഏതാണ്ട് മോശമാണെന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിലാണ് കത്തോലിക്കൻ. അതിന് ഞങ്ങളുമൊക്കെ കുറ്റവാളികളാണ്. അങ്ങനെ പറഞ്ഞ് രാഷ്ട്രീയക്കാരെ എല്ലാം കളിയാക്കി. പക്ഷേ ഇപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നു, അവരാണ് രാജ്യം എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് നല്ല ആൾക്കാർ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നാൽ അത് വളരെ നന്നായിരിക്കും. നിങ്ങൾക്കൊക്കെ നല്ല നേതൃവാസനയുള്ളവർ, നല്ല കഴിവുള്ളവർ, സംഘാടന ശേഷിയുള്ളവർക്കൊക്കെ ആ മേഖലയിൽ വന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തെ ഭരിക്കുന്ന മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഒക്കെയായിട്ട് മാറാനായിട്ട് സാധിക്കും. നമ്മുടെ നാടിൻ്റെ ഒരു വലിയ കുറവ് എന്താണെന്നറിയാമോ? നല്ല നേതൃത്വം ഇല്ലാത്തതാണ്, നല്ല ഭരണം ഇല്ലാത്തതാണ്. ഞാൻ പല യൂറോപ്യൻ രാജ്യങ്ങളും സന്ദർശിക്കുമ്പം ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മുടെ നാട്ടിൽ ഇല്ലാത്തത് എന്താണ് അവർക്കുള്ളത്? എനിക്കിതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിലുള്ള പലതും ഇല്ലാത്ത രാജ്യങ്ങൾ, നമ്മുടെ നാട്ടിലുള്ള ഇത്രയും സൂര്യപ്രകാശം, ഇത്രയും കഴിവുള്ള മനുഷ്യർ, ഇത്രയും വിദ്യാഭ്യാസമുള്ള മനുഷ്യർ, ഇത്രയും നല്ല കാലാവസ്ഥ, ഇതൊന്നും ഇല്ലാത്ത രാജ്യങ്ങൾ നമ്മളെക്കാളും സുഭിക്ഷമായിട്ട് ജീവിക്കുന്നു. അവരുടെയൊക്കെ ജോലി ചെയ്താണ് നമ്മുടെ മിടുക്കന്മാരും മിടുക്കികളും ഒത്തിരി പേര് അവർ കൊടുക്കുന്ന തൊഴിലൊക്കെ ചെയ്ത് ജീവിക്കേണ്ടി വരും. ഞാൻ കഴിഞ്ഞ വർഷം മാൾട്ട എന്ന് പറയുന്ന കൊച്ചു രാജ്യത്ത് പോയി. വെറും 5.5 ലക്ഷം ആൾക്കാരേ ഉള്ളൂ. അതിനകത്ത് 10,000 പേര് മലയാളികളാണ്. എങ്ങനെയുണ്ട്? വെറും 5.5 ലക്ഷം പേരുള്ള ഒരു കൊച്ച് ഐലൻഡാണ് മാൾട്ട. ഞാൻ അവരോട് ചോദിച്ചു, ഇവിടെ എന്താണ് വരുമാന മാർഗം? അവിടെ എന്താ ഉള്ളത്? ഇവിടെ കൃഷി പാടാ. കാരണം മൾട്ടേസെ കല്ലുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ആ സ്ഥലം. അവരിങ്ങനെ ആ കല്ലുകൾ ചെത്തിയെടുത്ത് കെട്ടിടമൊക്കെ പണിയും. മനോഹരമാണ്. അവിടുത്തെ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാനം, അവിടെ ചുറ്റും കടലുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ടൂറിസം, അതാണ് അവരുടെ ഏറ്റവും വലിയ വരുമാനം. പിന്നെ അവർ വളരെ കഷ്ടപ്പെട്ട് അവിടെ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. ഒലിവും മുന്തിരിയൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. അത് ഒത്തിരി കഷ്ടപ്പെട്ടാണ്, മണ്ണൊക്കെ ഇറക്കിയും ഒക്കെയാണ് ചെയ്യുന്നത്. ആ കൊച്ചു രാജ്യത്ത് തൊഴിൽ തേടി നമ്മുടെ മലയാളികൾ എത്തുകയാണ്. അവരുടെയൊക്കെ വീടുകളിലുമൊക്കെ ജോലി ചെയ്ത് അവരുടെ കടകളിലും അവരുടെ കമ്പനികളിലും ഒക്കെ ജോലി ചെയ്യും. അതിനകത്ത് ഈ ഫുൾ A+കാരൊക്കെ ഉണ്ട് കേട്ടോ, അവിടെ പോയി ജോലി ചെയ്യാൻ. അപ്പം നമ്മൾ ചിന്തിക്കുക, ഈ കൊച്ചു രാജ്യത്തിന് ഇത്രയും സമ്പത്ത് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ഇത്രയും നീളമുള്ള ഒരു തീരപ്രദേശമുള്ള കേരളം അല്ലേ, എന്തേരം കടലാണ്, ഇത്രയും മനോഹരമായ ഭൂപ്രകൃതിയുള്ള ഒരു സംസ്ഥാനം, നമുക്കെന്തുകൊണ്ടാണ് ഇത് സാധിക്കാത്തത്? അവിടെയാണ് ഞാൻ തിരിച്ചറിയുന്നത്, നമ്മളെ ഭരിക്കുന്നവർക്ക് നല്ല കാഴ്ചപ്പാടും ഇച്ഛാശക്തിയും വേണം. അതുകൊണ്ട് നല്ല വിദ്യാഭ്യാസമുള്ളവർ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരണമെന്ന് പ്രത്യേകമായിട്ട് ഞാൻ നിങ്ങളെല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഭരണരംഗത്ത്, സിവിൽ സർവീസ് രംഗത്ത് നമ്മുടെ കുട്ടികളെ കാണാനില്ല. ഇപ്പം നമ്മുടെ ഒരു ചങ്ങനാശ്ശേരി അതിരൂപതാംഗം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 10 വർഷത്തിൽ ആപ്പാടെ ഒരാളോ മറ്റോ ആണ് സിവിൽ സർവീസിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടത്. അത് മതിയോ? നിങ്ങളൊന്ന് ചിന്തിച്ചു. നിങ്ങളൊക്കെ വിചാരിച്ച് നടക്കാൻ. ഇതിനകത്ത് IAS-കാരാകാൻ കഴിവുള്ള കുറേ പേര് ഇരിപ്പുണ്ട് ഇതിനകത്ത്. അത് വളരെ ഉറപ്പാണ്. നിങ്ങൾക്ക് അത്ര ഉറപ്പില്ലെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യത്തിൻ്റെ കുറവുള്ളത് ആത്മവിശ്വാസം ഇല്ല, ധൈര്യമില്ല, ഇത്രയേ ഉള്ളൂ. പിടിച്ചു നിൽക്കുകയില്ല. കത്തോലിക്കന് ഒരു പരീക്ഷ എഴുതി പിറ്റേ ദിവസം അവന് IAS കിട്ടണം, അല്ലെങ്കിൽ അവൻ പറയും പരീക്ഷ ശരിയല്ല എന്ന് പറഞ്ഞ് അവൻ പരീക്ഷ എഴുത്ത് നിർത്തുക. അവൻ പിടിച്ചു നിൽക്കുന്നില്ല. അതേസമയം വളരെ ക്ഷമാപൂർവം, നല്ല ലക്ഷ്യങ്ങളോടുകൂടി, നല്ല ഫോക്കസോടുകൂടി പ്രവർത്തിക്കുന്ന കുട്ടികൾ അവിടെ എത്തുന്നുണ്ട്. അഭിമാനകരമാണ്. അതുകൊണ്ട് നിങ്ങൾ കുറച്ചു പേരൊക്കെ അങ്ങനെ നല്ല ലക്ഷ്യങ്ങളിടണം. സർക്കാർ സർവീസിലൊക്കെ ജോലിയൊക്കെ കിട്ടും. നമ്മുടെ ബിജു അതിനെക്കുറിച്ച് പറയുകയുണ്ടായി. അതല്ലെങ്കിൽ പിന്നെ സ്വകാര്യ മേഖലയിലാണ് പിന്നെ സാധ്യതകൾ. അവിടെ ജോലി കിട്ടാനും നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല, കാരണം നിങ്ങൾ മിടുക്കന്മാരും മിടുക്കികളുമാണ്. പക്ഷേ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലെ ഒരു സർവേ ഉണ്ട്, മൈഗ്രേഷൻ സർവേ. അതിൻ്റെ ഒരു റിപ്പോർട്ട് വായിച്ചപ്പോൾ
ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, ഉദാഹരണത്തിന് IIMകളുണ്ട്, നമുക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റുകൾ, IITകളുണ്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ്, IISc ഉണ്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. ഇവിടെയൊന്നും കത്തോലിക്കൻ്റെ എണ്ണം വളരെ വളരെ പരിമിതമാണ്. നമ്മൾ കുറ്റം പറയുന്ന ഈ ബീഹാറുകാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അതിനകത്ത്. ഇത്രയും വിദ്യാഭ്യാസമുള്ള കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ നമ്മുടെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊന്നുമില്ല. അപ്പം നമുക്ക് എന്താണ് കുറവ്? നമുക്കൊരു ആത്മവിശ്വാസത്തിൻ്റെ കുറവാണുള്ളത്, നമുക്ക് ധൈര്യത്തിൻ്റെ കുറവാണുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ആ ഫോക്കസ് നഷ്ടപ്പെടാതെ നല്ല രീതിയിൽ കരിയറിനെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നിടത്ത് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് നല്ല ഭരണതന്ത്രജ്ഞർ വേണം, അതുപോലെ നല്ല കമ്പനി മാനേജർമാർ വേണം, നല്ല ഡോക്ടർമാർ വേണം, എൻജിനീയർമാർ വേണം. എങ്ങനെയെങ്കിലും ഒരു എൻജിനീയർ ആയാൽ പോരാ. കൊച്ചി നഗരത്തിലൂടെ യാത്ര ചെയ്യുന്ന എല്ലാവരും ഒരു എൻജിനീയറുടെ കാര്യം അറിയാതെ ഓർത്തു പോകും. ആ മെട്രോയൊക്കെ കാണുമ്പം ആരെയായിരിക്കും ഓർക്കുന്നത്? ശ്രീധരനെയാണ് ഓർക്കുന്നത്, അല്ലേ? ആ ശ്രീധരൻ സാറിനെ ഓർക്കും. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഇച്ഛാശക്തിയും കഴിവുമാണ് ആ മെട്രോ. അത് എറണാകുളത്തൂടെ യാത്ര ചെയ്യുന്നവർക്ക് കാണാതിരിക്കാനാവില്ല. അപ്പോൾ നമുക്ക് വേണ്ടത് അങ്ങനെ നല്ല മൂല്യബോധമുള്ള എൻജിനീയർമാർ, ഡോക്ടർമാർ, നമ്മുടെ നല്ല പത്രപ്രവർത്തകർ, മൂല്യബോധമുള്ള പത്രപ്രവർത്തകർ. ഈ കള്ളത്തരം പറഞ്ഞ് ആൾക്കാരുടെ വ്യൂവർഷിപ്പ് മേടിക്കുന്നവരല്ല, സത്യം പറയുന്ന അന്വേഷണാത്മക പത്രപ്രവർത്തനം നടത്തുന്ന, ചലഞ്ചിങ് ആയിട്ട് ജേർണലിസം നടത്തുന്ന ആൾക്കാർ, നല്ല അഭിഭാഷകർ, നല്ല ജഡ്ജിമാർ, ഇവരൊക്കെ നമുക്ക് വേണം. കത്തോലിക്കന് അറിയാവുന്ന 4 തൊഴിലേ ഉള്ളൂ. ഏതൊക്കെയാണ്? നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞു. 1 എൻജിനീയർ, 2 ഡോക്ടർ, 3 നേഴ്സ്, 4 ടീച്ചർ. തീർന്നു, കത്തോലിക്കൻ്റെ പരിപാടി തീർന്നു. ഈ 4 തൊഴിൽ കിട്ടിയാൽ അവൻ നാട്ടിൽ നിൽക്കും, അല്ലെങ്കിൽ അവൻ എവിടെയെങ്കിലും പോകും. ഇതാണ് നമ്മുടെ ഒരു അവസ്ഥ. നല്ല കച്ചവടക്കാരില്ല നമ്മുടെ കൂട്ടത്തിൽ, നല്ല കച്ചവടക്കാരില്ല. ഇപ്പോൾ മിടുക്കരും മിടുക്കികളും ഇരുന്ന് ഓൺലൈനായിട്ട് കച്ചവടം നടത്തി കാശുണ്ടാക്കുന്നുണ്ട്. അതിന് ഓൺട്രപ്രനർഷിപ്പ്, അല്ലെ, നമ്മൾ കാര്യങ്ങൾ മുൻകൈ എടുത്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നവർ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നവർ, ഇവരൊന്നും നമ്മുടെ ഇടയിൽ വളരെ കുറവാണ്. ഇതാണ് ഈ സമുദായത്തിൻ്റെ ഒരു വലിയ കുറവെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ നാട്ടിൽ അവസരങ്ങൾ തീരെ ഇല്ലെന്നും പറഞ്ഞ് നിരാശപ്പെട്ട് അവിടെ ഇവിടെയെല്ലാം പോയി ആവശ്യമില്ലാതെ ഉള്ള മാനസിക സമ്മർദ്ദത്തിന് അടിപ്പെടരുത്. എത്ര ലക്ഷക്കണക്കിന് രൂപയൊക്കെ ചിലവാക്കി ഓരോരുത്തർ വിദേശത്ത് പോകുന്നു. പിന്നെ ശിഷ്ടകാലം മുഴുവൻ ആ കടം വീട്ടി തീരുകയാണ്. അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? അപ്പം നമുക്കിവിടെ തന്നെ നേടാവുന്ന, നമുക്ക് നല്ല കച്ചവടക്കാരായി മാറാനായിട്ട് സാധിക്കും. അതുപോലെ പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് സാധിക്കും. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഏഷ്യൻ ബിഷപ്സ് കോൺഫറൻസിൻ്റെ ഒരു പ്രോഗ്രാമിന് ഞാൻ തായ്ലൻഡിൽ പോവുകയുണ്ടായി. അവിടെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് ഒരാൾ ഞങ്ങൾക്ക് വന്ന് ക്ലാസ് എടുത്തു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇന്ന് IT മേഖലയിലൊക്കെ ഉള്ള 25% തൊഴിലുകൾ ഓരോ വർഷവും കട്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പം നിങ്ങൾക്കറിയാം, IT കമ്പനികളൊക്കെ ജോലിക്കാരെ എടുക്കുന്നത് കുറച്ചുകൊണ്ടിരിക്കും. കാരണം എന്താ? ഈ ഒത്തിരി ജോലി AI ചെയ്യുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഇങ്ങനെ തുടങ്ങിയാൽ നമ്മുടെ മനുഷ്യർ എന്ത് ജോലി ചെയ്യും? ആപ്പാടെയുള്ള ജോലിയല്ല AI കൊണ്ടുപോവാണെങ്കിൽ പിന്നെ നമ്മളെങ്ങനെയാണ് തൊഴിലെടുത്ത് ജീവിക്കുന്നത്? ഇപ്പോൾ പുതിയ കാലത്തേക്കുള്ള തൊഴിലെന്താണെന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം എന്നോട് പറയുകയാണ്, ഫുഡ് ഇൻഡസ്ട്രിയാണ് പുതിയ കാലത്ത് പിടിച്ചു നിൽക്കാവുന്ന ഒരു തൊഴിൽ. ഫുഡ് ഇൻഡസ്ട്രി, നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. അത് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റത്തില്ല, അത് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ വീട്ടിൽ തന്നെ അല്ലേ ഭക്ഷണം കഴിക്കുന്നവർക്കറിയാം. എല്ലാവർക്കും ഒന്നും ഭക്ഷണം ഇവിടെ ഉണ്ടാക്കാൻ അറിയില്ല. അതൊരു കഴിവാണ്, അത് പിടിച്ചു നിൽക്കും. കാരണം അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് ആരെങ്കിലും കൈകൊണ്ട് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് മനുഷ്യനിഷ്ടം. NVIDIAയുടെ എന്ന് പറയുന്ന ടെക് ഭീമൻ്റെ മാനേജിങ് ഡയറക്ടർ ഒരിക്കൽ പറയുകയുണ്ടായി, നമ്മുടെ കുട്ടികളോട് ഇനി നല്ല കൃഷി ചെയ്യാൻ പറയുക. കാരണം അത് ചെയ്യാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ചിലപ്പോൾ സാധിക്കുകയില്ല. കൃഷി അത് ബാക്കിയെല്ലാം ഇനി AI ചെയ്തോളും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ പുതിയ കാലത്ത് ചലഞ്ചസ് ഉള്ളപ്പം പുതിയ ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. അല്ലാതെ നമ്മളെല്ലാവരും കൂടെ മുമ്പേ പോകുന്ന ഗോവിൻ്റെ പിമ്പേ ഗമിക്കുന്ന ഗോക്കൾ അങ്ങനെ അങ്ങ് പോവുക. കുട്ടനാട്ടിൽ ഒരാൾ മുട്ടക്കച്ചവടം തുടങ്ങി, കുട്ടപ്പൻ മുട്ടക്കച്ചവടം തുടങ്ങി 10 കാശ് കുട്ടപ്പൻ ഉണ്ടാക്കിയപ്പം
അയലോകത്തുകാരും മുട്ടക്കച്ചവടം തുടങ്ങി. അവസാനം നാട്ടുകാർ മൊത്തം മുട്ടക്കച്ചവടം തുടങ്ങി. എല്ലാവരുടെയും കച്ചവടം ഒരുമിച്ച് പൊട്ടി. എല്ലാവരും സന്തോഷമായിട്ട് വീട്ടിലിരിക്കുക. ഇതാണ് കത്തോലിക്കൻ്റെ അവസ്ഥ. ഒരുത്തനൊരു ഹോട്ടൽ നടത്തി വിജയിച്ചാൽ ഉടനെ അതിൻ്റെ മൂലയ്ക്ക് കൊണ്ടുപോയി അവൻ വേറെ ഹോട്ടൽ തുടങ്ങും. മറ്റവൻ പിന്നെയും തുടങ്ങും. മൂന്നുപേരോട് ഒരുമിച്ച് പൊട്ടിയപ്പോൾ എല്ലാവർക്കും സന്തോഷം, കൊള്ളാം, എന്നിട്ട് എല്ലാവരും കൂടെ വീട്ടിലിരിക്കും. ഇതാണ് കത്തോലിക്കൻ്റെ പരിപാടി. അപ്പം നമുക്ക് നല്ല കാഴ്ചപ്പാടുകളോടെ ഫോക്കസ്ഡ് ആയിട്ട് പോയില്ലെങ്കിൽ നമ്മുടെ സമുദായം ഒത്തിരി ഒന്നും നിലനിൽക്കുകയില്ല. നിങ്ങൾ ഈ വിദ്യാഭ്യാസ കോഴ്സുകളൊക്കെ അന്വേഷിച്ച് അവിടെ എവിടെയെല്ലാം പോകുന്നുണ്ട്. ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്കുണ്ട് 11 ഡിഗ്രി കോളേജുകൾ. നിങ്ങൾക്ക് എത്ര എണ്ണത്തിൻ്റെ പേരറിയാവുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. ചങ്ങനാശ്ശേരി അതിരൂപത നേരിട്ട് നടത്തും. ഈ അടുത്ത നാളിൽ നമ്മളതിൻ്റെ എല്ലാം അക്കാഡമിക് അഡ്വൈസറായിട്ട് ബഹുമാനപ്പെട്ട സൈമൺ തട്ടിൽ സാറിനെ വെച്ച് സാറ് ഒരു കണക്കെടുത്തിട്ട് പറഞ്ഞു, പിതാവേ 14,500 കുട്ടികളാണ് നമ്മുടെ കോളേജുകളിൽ ഡിഗ്രി വിദ്യാഭ്യാസം നടത്തുന്നത്. 14,500 കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു വലിയ യൂണിവേഴ്സിറ്റി തുടങ്ങാനും മാത്രം ആള് ഇപ്പം തന്നെ നമ്മുടെ കയ്യിലുണ്ട്. എനിക്കത് കേട്ട് വലിയ വണ്ടറായിരുന്നു. ഞാനാണെങ്കിൽ ആൾ കുറവാന്ന് ഓർത്തിരിക്കുകയായിരുന്നു. 14,500 സ്റ്റുഡൻസ്. ESB, അസംഷൻ, മീഡിയ വില്ലേജ്, മാർ ഗ്രിഗോറിയസ് കോളേജ്, നഴ്സിംഗ് കോളേജുകൾ, B.Ed കോളേജ്, പിന്നെ ട്രിവാൻഡ്രത്ത് എഞ്ചിനീയറിംഗ് കോളേജ്, ഹോട്ടൽ മാനേജ്മെൻറ്റ് കോളേജ്, ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ഇതെല്ലാം കൂടെ കൂടി 14,500 സ്റ്റുഡൻസ് നമ്മുടെ തന്നെ കോളേജുകളിലുണ്ട്. പക്ഷെ നമുക്കൊരു പ്രശ്നമുണ്ട്, നമുക്ക് നമ്മുടേതിനോടൊന്നും മതിപ്പില്ലല്ലോ. അതാണ് നമ്മുടെ ഒരു പ്രശ്നം. ബാംഗ്ലൂരൊക്കെ പോയി ഇതിൻ്റെ 4 ഇരട്ടി കാശ് കൊടുത്ത് പഠിച്ചാൽ മാത്രമേ കിട്ടത്തുള്ളൂ. എന്നോട് ഒരാൾ ഒരിക്കൽ ശുപാർശക്കത്തുമായിട്ട് വന്നു. തിരുവനന്തപുരത്ത് ഒരു കോളേജിൽ BCom കോഴ്സുണ്ട്, പിതാവൊന്ന് ശുപാർശയാണ്. ഞാൻ ചോദിച്ചാൽ അവിടെ പോകുന്നത്, അതൊരു പ്രത്യേക കോഴ്സാണ്, അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ കുട്ടി വീണ്ടും പഠിക്കണം എന്നല്ലാതെ തന്നെ അത് പഠിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് കിട്ടും. 1 ലക്ഷം രൂപ അവിടെ കൊടുക്കണം ഡൊണേഷൻ. ഞാൻ പറഞ്ഞതേ, നമ്മുടെ കോളേജിൽ ഒരു പൈസ കൊടുക്കാതെ നിങ്ങൾക്ക് BCom പഠിക്കാമല്ലോ, അവിടെ പോയി ഹോസ്റ്റലിൽ നിൽക്കണ്ടല്ലോ, വീട്ടിൽ നിന്ന് പഠിക്കാമല്ലോ, എന്ത് പൈസ ലാഭിക്കാം. ഡിഗ്രി എടുത്തു കഴിഞ്ഞ് കൊച്ചു പുറത്തു പോകട്ടെ, പോരെ? അയ്യോ അത് പോരാ. അവിടെ തന്നെ പോയി 1 ലക്ഷം രൂപ കൊടുത്ത് ഹോസ്റ്റൽ ഫീസും കൊടുത്ത് ആ എക്സ്ട്രാ പൈസയും കൊടുത്ത് കൊച്ചിനെ പഠിപ്പിച്ചാലേ രക്ഷപ്പെടുത്തുള്ളൂ. ഇതൊക്കെയാണ് യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത നമ്മുടെ പദ്ധതികളും പ്ലാനിങ്ങളും. അതേ കോഴ്സ് നമ്മുടെ SBയും അസംഷനും ഒക്കെ പോലെ ഇത്രയും പേരുള്ള കലാലയങ്ങളിൽ പഠിക്കാം, പക്ഷെ പഠിക്കണ്ട. അതാണ് നമ്മുടെ തീരുമാനമാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നല്ല തെരഞ്ഞെടുപ്പുകൾ നടത്തണം. നല്ല തെരഞ്ഞെടുപ്പ് നമ്മുടെ ജീവിതത്തെ വിജയിപ്പിക്കുന്നത് എന്താണ്? ചില തെരഞ്ഞെടുപ്പുകളാണ്. തെരഞ്ഞെടുപ്പ് പാളിപ്പോയോ പോയി, ചില വഴികൾ പാളിപ്പോയാൽ പോയി. അതുകൊണ്ട് നല്ല തെരഞ്ഞെടുപ്പ് നടത്തി നല്ല മിടുക്കരായിട്ട് സഭയ്ക്കും സമുദായത്തിനും നന്മയുള്ളവരായിട്ട് വളരാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ.